നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഒന്നും കൂടെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഒരു വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂരിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന വഴി വൈക്കത്തെ അമ്പലത്തിലേക്ക് ഒന്ന് കയറി ദർശനം നടത്തിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് പൂളമാലയൊക്കെ വാങ്ങിച്ച് ഭഗവാന് ചാർത്തി അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പാണോ? എന്താ മുഖത്തിനൊരു മ്ലാനതയാണല്ലോ. ശരി ശരി. അവർ മൈസൂർ ദോശയും ഞാൻ പനീർ ദോശയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ എറണാകുളത്ത് ഫോറം മാളിലേക്ക് വന്നു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ വേണ്ടി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് വന്നത്. എൻ്റെ കൊളീഗ്സ് എല്ലാം ഇവിടെയാണ് ഉള്ളത്. സൂപ്പർ സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആണ്. രംഗമാണ് അത് ഞാൻ ഡുന്നിനൊക്കെ എൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ ഒന്ന് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഇതെൻ്റെ മാനേജർ കേട്ടോ, ബിപിൻ ചേട്ടനും ഞങ്ങൾ നേരെ മാക്സിലേക്കാണ് പോയത്. മാക്സ് കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങി. അതിനുശേഷം ഞങ്ങളൊന്ന് സ്പാ ചെയ്യാൻ വേണ്ടി ഒരു സലൂണിൽ വന്നു. പിന്നെ അവൻ അപ്പുറത്ത് വേറൊരു സലൂണിൽ പോയി, അവനും ഹെയർ കട്ട് ചെയ്തു. ഞങ്ങൾ പോകുന്നവർക്ക് നല്ല പൂര മഴയായിരുന്നു. അകത്തെ കണ്ടില്ല, നല്ല മഴയും ട്രാഫിക്കൊക്കെ ആയിരുന്നു. ഏകദേശം 10 മണിയോടെയാണ് ഞങ്ങൾ ഗുരുവായൂരെത്തിയത്. വെളുപ്പിന് ഞങ്ങളിതാ കല്യാണ ഷീട്ടൊക്കെ എടുത്ത് ഞങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടി മണ്ഡപത്തിലേക്ക് കയറിയാണ് ഗൈസ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊരു വഴിപാടുണ്ടായിരുന്നു. എനിക്ക് കല്യാണം കഴിച്ചിട്ട് തുളസിമാല ചാക്കണമെങ്കിൽ ഇങ്ങോട്ടാ ചാത്ത കേട്ടോ. എൻ്റെ മുഖത്ത് ഇന്നായിരുന്നു കുറച്ച് ടെൻഷൻ കണ്ട്. കല്യാണത്തിനൊന്നും ഇത്ര ടെൻഷൻ പോലും കണ്ടില്ല. എന്തായാലും ഗുരുവായൂരപ്പൻ്റെ നടയിൽ മുമ്പ് ഈ കല്യാണം കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെന്തായാലും സഫലമായി. പക്ഷേ പാരൻസിനെ നന്നായിട്ട് മിസ് ചെയ്തു. വേറെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങളവിടെ ഒരു ചെറിയൊരു ഫോട്ടോഗ്രാഫി ടീമിനെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. വഴി ഞങ്ങൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. തൊഴാമെന്നൊക്കെ വിചാരിച്ചാണ് തലേദിവസം പോയത്. എൻ്റെ മോനെ അടുക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു. നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ തൊഴൽ നടന്നില്ല. കാരണം തുളസിമാല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തൊഴാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്കും പോവുകയാണ്. സൈഡിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ അവധിയാണ്, ഈ സാറ്റർഡേ സൺഡേ ഒക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്ര തിരക്കോട്ടോ. പിന്നെ ഇവിടെ തുളസിമാല കല്യാണത്തിന് 1000 രൂപയായിട്ട് ആയത്. 500 രൂപ രസീത് എടുക്കാനും പിന്നെ 500 രൂപ ഫോട്ടോഗ്രാഫറിനുമാണ് ആയത്. പിന്നെ നമ്മൾ അവിടെ ഉള്ളവർക്ക് ദക്ഷിണയും കൊടുക്കണം. ഇത്ര രൂപയാണ് നമുക്ക് അവിടെ ചിലവായത്. ഫോട്ടോയൊക്കെ എടുത്ത് ഞാൻ സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ കല്യാണം കഴിച്ചു കേസ്. അങ്ങനെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് വീണ്ടും ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. കല്യാണം ചെറുക്കനെ മുന്നേ പോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പുറത്ത് വേറൊരു ബ്രൈഡിൻ്റെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു. കുറച്ചിരുന്നു. ഈ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ മിന്നു ആയിരുന്നു ഞങ്ങളുടെ കാരണവസ്ഥാനത്തുണ്ടായിരുന്ന ആൾ. വേറെ ആരും ഉണ്ടായിരുന്നില്ല കല്യാണത്തിന്. പക്ഷേ എല്ലാവരും മിസ് ചെയ്തു. പിന്നെ സ്റ്റേജിലൊക്കെ കുറേ പെർഫോമൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്ന കുറച്ച് പിള്ളേരുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കണം. അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. എങ്ങനെയാണെന്ന് മിന്നൂൾ എക്സ്പീരിയൻസ്? ഞങ്ങളുടെ ക്യാമറമാൻ പ്ലസ് ഞങ്ങളുടെ കാർണവര് ആയിരുന്നു മിന്നൂൾ. എങ്ങനെയുണ്ടായിരുന്നു? ഒന്നുകൂടെ കല്യാണം കഴിച്ചോ? വിഷക്കുന്നത് ഞങ്ങളൊന്നും കഴിച്ചില്ല. 10-11 മണിയായി. അപ്പൊ ഇനി കഴിക്കാൻ പോകും. അത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ സ്നേഹയുടെ വീട്ടിലേക്കാണ് പോയത്. എൻ്റെ കസിൻ്റെ വീട് ഇവിടെ അടുത്താണ്. സോ അവളെയും കൂടെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന് വേറൊരു പ്ലാനുണ്ട്. മിന്നുവിന് ഞങ്ങൾ ട്രെയിൻ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടോട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ തിരിച്ച് ആ സ്റ്റേ ചെയ്ത സ്ഥലത്തേക്ക് പോകാം. സ്റ്റേയും കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതൊരിക്കും ബൈ.